അതിനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സിനിമയ്ക്ക് അഗൻസ്റ്റ് അന്വേഷണം ഉത്തരവിട്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായൊക്കെയാണ് അന്വേഷണം സിനിമ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാർ ഇന്ന് സിനിമ കാണുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്ക് ഉണ്ടായ ഫീൽ ഞാൻ പറയാം. ഞാൻ ആസ് എ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പഠിപ്പിച്ചവരല്ല. പക്ഷേ ഇതിൽ എന്താണ് ഇസ്രായേൽ അലൈഹി സ്വലാം വന്നിട്ട് അവസാനം പറയുന്നത് ഇസ്രായേൽ വന്ന് ഖലീഫ സ്ഥാപിക്കലാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല ഭരണം വരാൻ പോകുന്നതെന്നുള്ള ഒരു സൂചന നൽകുന്ന, ഇനി കേരളത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള സൂചന നൽകുന്ന, നെഞ്ചിൽ കൈവച്ച് പറയാണ്. ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല. അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട്, കഥ തന്നെ പറഞ്ഞുതരാം, ആൾ രക്ഷപ്പെട്ട് എത്തുന്നത് ലഷ്കർ ഇ തൊയ്ബന്റെ ഗാങ്ങിൽ. അവിടുത്തെ ഗാങ് ലീഡറാണ് മോഹൻലാൽ. ആ കേരളം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഡെവിൾസ് ലാൻഡാക്കി മാറ്റുന്ന ഞാനിതാ പടം കണ്ട് എമ്പുരാനെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഡൽഹിയിൽ പടം കണ്ട് 25 ആൾക്കാരുണ്ടായിണ്ടാവും കഷ്ടിച്ച് എണ്ണിയാൽ എമ്പുരാൻ കാണാൻ. കാരണം ഇന്ന് തന്നെ കാണണമെന്നുണ്ടായി. കാരണം ഇതിൻ്റെ റിപ്പോർട്ട് ഇന്ന് ഒരു ഏജൻസിക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ടീമിൽ ഞാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പടം കണ്ട് എൻ്റെ ഒരു വിലയിരുത്തൽ നിങ്ങളെയും കൂടെ അറിയിക്കുക. കാരണം ഞാൻ പറയുന്നു, ഈ പടം ഇവരിപ്പം മാപ്പ് പറഞ്ഞല്ലോ, നമ്മളെ മോഹൻലാലും പ്രൊഡ്യൂസർമാരും ഗോകുലം ഗോപാലേട്ടനും എല്ലാവരും മാപ്പ് പറഞ്ഞു. പ്രൊഡ്യൂസർമാരൊക്കെ മാപ്പ് പറഞ്ഞു, പ്ലസ് പൃഥ്വിരാജും. എഴുത്തുകാരനും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് ചർച്ചകളിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനേക്കാൾ ഉപരിയാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. കാരണം നെഞ്ചിൽ കൈവച്ച് പറയാണ്, ഇതുമാതിരി ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു തീ കത്തി, സാധാരണ കത്തിപ്പോയ ഒരു ട്രെയിനിൻ്റെ ബോഗീനെ കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്കം കൊല്ലുന്നത്, റേപ്പ് ചെയ്യുന്ന സീന് കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട്, കഥ തന്നെ പറഞ്ഞുതരാം, ആൾ രക്ഷപ്പെട്ട് എത്തുന്നത് ലഷ്കർ ഇ തൊയ്ബന്റെ ഗാങ്ങിൽ. അവിടുത്തെ ഗാങ് ലീഡറാണ് മോഹൻലാൽ. ആ ഖുറേഷിനോട് അടുത്ത് എത്തിയ ആള് പറയുന്ന അതാണ് പശ്ചാത്തലം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പിന്നെ യമനിൽ ഇരുന്നു കൊണ്ടാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജാണ് ആ സിനിമ കാണുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു റിവ്യൂ. ദിസ് ഇസ് വെരി ബാഡ്. ഒരു വേസ്റ്റ് ലാൻഡായിട്ട് കേരളത്തിനെ ചിത്രീകരിച്ച് ഒരു ലാൻഡിനെ മുക്കിക്കളയും. ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയത്തെ, കേരളം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടിനെ ഡെവിൾസ് ലാൻഡാക്കി മാറ്റുന്ന ഈ എഴുത്തുകാരനും സംവിധായകനും ഇതിൽ അഭിനയിച്ചവരും പ്രൊഡക്ഷൻ ചെയ്തവരും ഇവരൊന്നുമല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ദർ ഇസ് സംതിങ് വെരി ബിഗ് ഇൻ ദ ബാക്ക് ഓഫ് ദിസ്. ഇത് ഉറപ്പാണ്. ഇതിനെതിരെ എനിക്കും ഭീഷണി വരുന്നു, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഐ ഡോണ്ട് കെയർ. ഇവർ പറയുന്ന ഉടനീളം പറഞ്ഞുകൊണ്ട് പോണ ഹിന്ദു ഭീകരാവസ്ഥയോടെയാണ് രാജ്യം ഭരിക്കുന്നത്. അതിൽ വരുന്ന ഇഡികൾ ഇവർ ദുരുപയോഗപ്പെടുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെ കൊടുത്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഓക്കെ സാർ, സംഘപരിവാർ രാഷ്ട്രീയത്തിനെ കളിയാക്കിക്കോ, നിങ്ങൾ അതിൽ രാഹുൽ ഗാന്ധിനെയും സുരേന്ദ്രനെയും ഒക്കെ കൊണ്ടുവന്നു, അതൊന്നും നമുക്ക് വിരോധമില്ല. നമ്മൾ ഇതുപോലത്തെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുമെന്ന് പറയുന്ന ഈ 17 സ്ഥലം എഡിറ്റ് ചെയ്ത സിനിമ സിനിമ ഫുൾ പോകുന്നത് ഈ വർഗീയ ലഹള, ഗുജറാത്ത് കലാപത്തിന്റെ മേലെ തന്നെയാണ് ഈ സിനിമ പോകുന്നത്. അതിന്റെ പ്രതികാര ബുദ്ധിയാണ്. അപ്പൊ നിങ്ങൾ അത് എവിടെ കാണിക്കൂ? പിന്നെ കാണിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങകലെ യമൻ ലാൻഡിൽ, why it is ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്ന ഒരു സാധനമല്ലേ ഇത്? ഇന്ന് തന്നെ അത് ചോദിക്കും, കാണും വേണം നാളത്തേക്ക് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളെ എഡിറ്റിംഗ് വെള്ളിയാഴ്ച പറഞ്ഞ എഡിറ്റിംഗ് ശനിയാഴ്ച അവതരിപ്പിക്കാനേ ഉള്ളൂ. 4 മണിക്കൂർ എഡിറ്റിംഗ് എടുക്കേണ്ട ഒരു സിനിമ 1 മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമ നിങ്ങൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എഡിറ്റിംഗ് കഴിഞ്ഞ് പ്രദർശിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ആക്കിപ്പോൾ. അപ്പോൾ ഇപ്പം എന്താണ്, എഡിറ്റിംഗ് കഴിയാത്ത സിനിമ കാണാൻ സുഡാപ്പികൾ പെരുന്നാളടക്കം എല്ലാവരും പോകും. കാരണം ഇത് എന്തോ വലിയ സംഭവമാണ്, ഹിന്ദുക്കളെയൊക്കെ കൊല്ലണത്. നരേന്ദ്രമോദിനെയും അമിത്ഷാനെ വെല്ലുവിളിച്ചൊന്നും ഒരു സിനിമക്ക് ഇത്രയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും ഇതായിട്ട് കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അതിനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ സിനിമയ്ക്ക് അഗൻസ്റ്റ് അന്വേഷണം ഉത്തരവിട്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായൊക്കെയാണ് അന്വേഷണം സിനിമ കണ്ടിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട കുറച്ച് ആൾക്കാർ ഇന്ന് സിനിമ കാണുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും. എനിക്ക് ഉണ്ടായ ഫീൽ ഞാൻ പറയാം. ഞാൻ ആസ് എ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പഠിപ്പിച്ചവരല്ല. പക്ഷേ ഇതിൽ എന്താണ് ഇസ്രായേൽ അലൈഹി സ്വലാം വന്നിട്ട് അവസാനം പറയുന്നത് ഇസ്രായേൽ വന്ന് ഖലീഫ സ്ഥാപിക്കലാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല
ഭരണം വരാൻ പോകുന്നതെന്നുള്ള ഒരു സൂചന നൽകുന്ന, ഇനി കേരളത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള സൂചന നൽകുന്ന, ദിസ് ഇസ് ഓൺലി ഈ സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ഫുൾ പശ്ചാത്തലവും വർഗീയതയും തീവ്രവാദവും മാത്രമാണ്. ഏതോ വലിയ തീവ്രവാദ ഫണ്ടിങ് വന്ന് ഇനിയുള്ള ഈ ഡ്രഗെല്ലാം കൊടുത്ത് അടിച്ചിരിക്കുന്ന ഈ തലമുറയെ, ഈ യുവതലമുറയെ നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഒരു ഡ്രഗ് അടിച്ചോണ്ട് ഉമ്മനി വാപ്പനി വെട്ടിക്കൊല്ലുന്ന, കാമുകിനെ വെട്ടിക്കൊല്ലണ, അല്ലെങ്കിൽ സഹോദരങ്ങളെ കൂടെ പഠിക്കുന്നവരെ വെട്ടിക്കൊല്ലുന്ന ഒരു സമയത്താണ്, കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സിനിമയ്ക്ക് ഒരുപാട് സ്വാധീനം ചെലുത്താൻ പറ്റും. കാരണം വർഗീയത കൊണ്ട് കളിയാട്ടം നടക്കുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലൊരു സിനിമ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. മൊത്തം സിനിമാ പ്രേമികളും സിനിമാ നിർമ്മാതാക്കളിയാണ് ഇത് നമ്മളെ തലകുനിക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ അത് എത്രമാത്രം ജനങ്ങളിലെ സ്വാധീനിക്കുന്നുള്ളത് നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ എഡിറ്റ് ചെയ്യാതെ വെള്ളിയാഴ്ച വരെ ഓടിക്കാന്നുള്ളത് ഒരു വലിയ പരിഹാര മാർഗമല്ല. തീർച്ചയായിട്ടും അത്രയും ദിവസം മതി. ആകെ 25 ആളുണ്ടായാലും ആരും ശ്വാസം അയച്ചിട്ട് പോലുമില്ല. കാരണം അതിൻ്റെ കൊലവിളിയും ഇതും എല്ലാം മതത്തിൻ്റെ പേരിൽ ഒരാളെ പ്രതികാരം കൊണ്ട് നമുക്ക് ഒരാളെ കൊല്ലാം, അല്ലേ? അതിന് ജാതി പറയേണ്ട ആവശ്യവും അതിൽ പിന്നെ ആയത്തോതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും പറയും ഇത് പറയരുത്, അത് പറയരുത് പറയും. പക്ഷെ പറയണത് ഇത്രയും വലിയ മോഹൻലാലൊക്കെ പോലത്തെ നടനും പൃഥ്വിരാജൊക്കെ വന്ന് ഇത് പറയുമ്പോൾ ഇത് സ്വാധീനിക്കുന്ന എത്രയോ പേരുണ്ട് ഈ സ്വാധീനത്തിൽ പെടുന്നത്. അതാണ് നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ ആവേശം വെച്ചു 2 ദിവസം കൊണ്ട് ആൾക്കാർ തിങ്ങി കാണാൻ പോകുന്ന കേരളത്തിൽ പറയും. വേറെ ഇവിടെയൊന്നും അതിന് ആളെ കിട്ടൂല. നിങ്ങളൊന്ന് ഗുജറാത്ത് കൊണ്ടുപോയി കളിപ്പിക്കുക ഈ സിനിമ, അപ്പോൾ അറിയും വിവരം ഇതിൻ്റെ. അപ്പോൾ ഇത്രയും മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ഈ സിനിമ എഡിറ്റ് ചെയ്യണവരെ മാറ്റി നിർത്തപ്പെടണം. നിങ്ങൾ എന്താണ് എഡിറ്റ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചതെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പിന്നെ ഈ സിനിമയിലേക്ക് വന്ന ഫണ്ടുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം സെൻട്രൽ ഏജൻസിക്കുണ്ട്. കേരളത്തിലും അന്വേഷിക്കണം, നല്ലതാണ്. ഇതൊക്കെ കേന്ദ്രത്തിനോടുള്ളതാണ്, സംഘപരിവാറിനോടുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും മാറി നിൽക്കേണ്ടതില്ല. അത് നിങ്ങൾക്കും കൂടിയുള്ള കൊട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതിലെ വലിയ അജണ്ട ഇറ്റ്സ് ഗോയിങ് ത്രൂ നമ്മൾ കാണുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് ഫണ്ടുകൾ ഒഴുകിയതും എല്ലാം പറയുന്ന ഒരു കാലം നമ്മളെ മുമ്പിലിരിക്കുന്നത്. ഈ ഫണ്ട് എവിടെ നിന്ന് വന്നു, എന്താണ് ഇതിനുള്ളിൽ എന്നുള്ളത് എല്ലാവരും ചോദ്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും ഹോം മിനിസ്റ്റർ ഓഫീസും തീർച്ചയായിട്ടും അതിലേക്ക് കടക്കുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എല്ലാം ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സമാധാനം മാത്രമുണ്ട്. കാരണം ഇത് സംഭവിച്ചുകൂടാ. നമ്മുടെ നാട്ടിൽ സിനിമാ പ്രേമികളായ നമ്മളുടെ ഇടയിൽ ഇത് സംഭവിച്ചില്ല. മോഹൻലാലൊക്കെ നമ്മുടെ ഏട്ടനോ അനിയനോ പിന്നെ അച്ഛനോ ഒക്കെ ആയിട്ടാണ് നമ്മളൊക്കെ വളർന്നത് തന്നെ ആ ഒരു കലാകാരൻ്റെ കൂടെ. അദ്ദേഹം നിൽക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഉണ്ടായിപ്പോകും. അദ്ദേഹം പോലത്തെ ഒരാൾ ഒരു ചെറിയ സിനിമയല്ലല്ലോ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു എഡിറ്റിംഗ് കഴിഞ്ഞ ഭാഗം മാത്രമേ പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായിട്ട് നമ്മളെടുക്കാം. പിന്നെ ഒരു കാര്യം, ബജ്രംഗി എന്ന പദത്തിനോട് യൂസ് ചെയ്തിട്ട് ഒരു ദൈവത്തിൻ്റെ പിന്നെ അവതാര പുരുഷനായ സത്യത്തിനും ഡിവോട്ടിയായിട്ട് ശക്തമായി നിന്ന ഒരാളുടെ പേരിലാണ് ഇത്രയും അതിക്രമങ്ങൾ കാട്ടിക്കൂട്ടിയതെന്നുള്ളത് വളരെ മോശമാണ്. ആ പേരും ഈ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ മാറ്റാൻ മറക്കണ്ട. അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇതിനിറങ്ങും. ഈ സിനിമ ബാൻ ചെയ്യാൻ തന്നെ ഇറങ്ങും. ആ പേര് ബജ്രംഗി എന്നുള്ള പേര് തന്നെ മാറ്റണം. നിങ്ങൾ സിനിമയിൽ എഡിറ്റിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്ദി.